ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് നോക്കാം. വികസനത്തിന്റെ ഒരു പ്രിൻസിപ്പിൾസ് നോക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വികസനത്തെ പറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു, അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ വികസനം എന്ന് പറയുന്ന സാധനം ഒരു ഓർഡർലി മാനർ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഓർഡർ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയല്ല. ഓക്കെ, അപ്പം അത് ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. എന്നിരുന്നാലും അതിനെന്തുണ്ട്, ഒരു ക്രമബന്ധമായ ഒരു എന്താ പറയാ നിർദ്ദിഷ്ടമായ ഒരു രീതിയുണ്ട്. ആ രീതിയിലൂടെയാണ് വികസനം എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വികസനം എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ അത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്നത് എന്താ പറയുന്നത്, ശാരീരിക വളർച്ചയെ പറ്റിയിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ശാരീരിക വളർച്ചയുടെ കേസ് എടുക്കുന്ന സമയത്ത്, ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ തലയിൽ വഴി കാലിലോട്ടെന്നാണ്, തലയിൽ നിന്നും കാലിലോട്ടാണ് വികസനം നടക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ തലയിൽ നിന്ന് കാലിലോട്ട് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, കുട്ടി ആദ്യം തല നിയന്ത്രിക്കാനാണ് പഠിക്കുന്നത്. ഓക്കെ, ആദ്യം ഹെഡ് നിയന്ത്രിക്കാനാണ് പഠിക്കുന്നത്. അതിനുശേഷമാണ് കുട്ടിക്ക് താഴോട്ടുള്ള ഭാഗങ്ങളിലേക്കോ അല്ലെ, പിന്നീടാണ് എഴയുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും ചാടുന്നതും ഓടുന്നതും ഒക്കെ പിന്നീടാണ്. ആദ്യം കുട്ടിയുടെ തല ഉറക്കുക, നമ്മൾ പറയില്ലേ, തല ഉറക്കാത്ത കുഞ്ഞാണ്, തല ഉറക്കാത്ത കുഞ്ഞിനെ അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കാൻ പാടില്ല എന്നൊക്കെ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്, കുട്ടി ആദ്യം തല നിയന്ത്രിക്കാനാണ് പഠിക്കുന്നത്, ശേഷമാണ് നമ്മൾ ഇരിക്കൽ, നടക്കൽ അല്ലെ, ചാടൽ, ഓടൽ പറയുന്ന പ്രക്രിയകൾ നടക്കുന്നത്. അതുപോലെ തന്നെ ചലനങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിരലുകൾക്കൊക്കെ ചലനങ്ങൾ അതായത് ഇപ്പം നമ്മൾ ഇറക്കി പിടിക്കില്ല, അത് പലർക്കും പല രീതിയിലാണ്. അങ്ങനെ ഒരു പോയിന്റ് ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് എല്ലാ കുട്ടികളിലും ഒരേ വേഗത്തിൽ വികസനം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരേ രീതിയിൽ വികസനം നടക്കുന്നില്ല. ചില കുട്ടികൾ ചിലപ്പം കമന്ന് വീഴണം എന്നില്ല, അതിനു മുന്നേ വേണമെങ്കിൽ ഇരിക്കാനായിട്ട് തയ്യാറെടുക്കും. ചില കുട്ടികൾ ഈ പറഞ്ഞ പോലെ കുറെ നാൾ എഴഞ്ഞിട്ട് പിന്നീടായിരിക്കും ചിലപ്പോൾ ഇരിക്കാനും നടക്കാനും ഒക്കെ തുടങ്ങുക. അപ്പൊ ഈ പറയുന്ന പോലെ അതിൽ വേറെ കുറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ പൊതുവായിട്ടുള്ള വികസനത്തിന്റെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ ഒരു ഒറ്റ തവണ ഒന്ന് ജസ്റ്റ് വായിച്ചു വിടാനുള്ളത് ഇതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ എന്താണ് ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഓർഡർലി മാനറിൽ നടക്കുന്ന ഒരു സംഭവമാണ്. തലയിൽ നിന്നും കാലിലേക്കാണ് വികസനം നടക്കുന്നത്. ആദ്യം തല നിയന്ത്രിക്കാനാണ് പഠിക്കുന്നത്, പിന്നീടാണ് നമ്മുടെ കാലുകളിലേക്കും കൈകളിലേക്കും ഒക്കെയുള്ള ശേഷികൾ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ എന്താണ്, എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ അല്ലെ, സെയിം റേറ്റിൽ ഡെവലപ്പ് ചെയ്യണം എന്നില്ല. ഓരോ വ്യക്തിയിലും എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, വ്യക്തിഗത വ്യത്യാസങ്ങളുണ്ട്. വ്യക്തിഗത വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഞാനല്ല നിങ്ങളല്ല മറ്റൊരാൾ അല്ലെ, ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ജനനം മുതൽ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികൾ ആദ്യം പൊതുവായ പ്രതികരണങ്ങളാണ് കൊടുക്കുന്നത്. അതായത് പൊതുവായിട്ടുള്ള കഴിവുകളുണ്ടല്ലോ കുട്ടികളുടെ, അതായത് ഇപ്പൊ ജനിക്കുന്ന സമയത്ത് തന്നെ എന്താണ് പൊതുവായിട്ട്, അതായത് ഇപ്പൊ കരയുക, എന്താണ്, എങ്ങനെയാണ് നമ്മൾ എല്ലാവരും പ്രതികരിക്കുന്നത്, ഒരേപോലെ പ്രതികരണമാണ് അല്ലെ. കുട്ടികൾ വിശന്നാൽ കരയും, അവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കഴിയും, സന്തോഷം വന്നാൽ ചിരിക്കും, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീടാണ് അവർ സ്പെസിഫിക് റെസ്പോൺസിലോട്ട് പോകുന്നത്. അപ്പം വികസനം പൊതുവായ കഴിവുകളിൽ നിന്നും പ്രത്യേക കഴിവുകളിലേക്ക് അല്ലെ, ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനോട് കുട്ടികൾ എന്താണ് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് പിന്നീടാണ്. അതായത് കുട്ടി വളർന്ന് വരുന്നതിനോട് ശേഷമാണ് സംസാരിക്കാനും അല്ലെ, എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് മറ്റേത് തായോ ഇതൊക്കെ പറയുന്നത്. ആദ്യം ജനറൽ ആയിട്ടുള്ള, അതാണ് പറയുന്നത്, ജനറൽ ടു സ്പെസിഫിക് ആണ് പോകുന്നത് അല്ലെ. വികസനം എന്താണ്, പൊതുവായ കഴിവുകളിൽ നിന്നും ആദ്യം പൊതുവായിട്ടുള്ള പ്രതികരണങ്ങളാണ്, പിന്നീടാണ് വ്യക്തമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രതികരണത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഒരേ വേഗത്തിൽ വികസിക്കുന്നില്ല. there will be ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അത് എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 40 കുട്ടികളും വ്യത്യസ്തരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെ. അല്ലെങ്കിൽ ഒരിക്കലും 40 കുട്ടികൾ ഒരേപോലെ ആവില്ല. ഒരു കുട്ടി നന്നായിട്ട് പഠിക്കാൻ മിടുക്കനാണ്, അവൻ ആർട്സിലും സ്പോർട്സിലും എല്ലാം മിടുക്കനാണ് എന്ന് കരുതി അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമ്മൾ ആ കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്തുണ്ട്, എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ട്, എല്ലാവർക്കും കഴിവുകളുണ്ട്, അതുപോലെ തന്നെ കഴിവ് കുറഞ്ഞവരുണ്ട്. പക്ഷെ ആ കുറഞ്ഞവരിലും എന്താണ്, മറ്റു മേഖലകളിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ നമ്മൾ എന്താണ് ഒരു എൻവയോൺമെന്റ് സൃഷ്ടിച്ച് കൊടുക്കണമെങ്കിൽ, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, ഒരു നല്ല അധ്യാപകരാകാനും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ
നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. വികസനത്തിന് എന്താണ്, വികസനത്തിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് അധ്യാപകന്റെ പങ്ക് എന്ന് പറയുമ്പോഴത്തേനും നോക്കിയേ, കുട്ടികളുടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ എന്താണ് ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾസ്, ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പെരുമാറാൻ. അതിനനുസരിച്ചിട്ടുള്ള ലേണിംഗ് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അവോയ്ഡ് അൺനെസസറി അക്കാഡമിക് പ്രഷർ, കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത പ്രഷർ കുഞ്ഞുനാളിൽ നമ്മൾ കൊടുക്കാൻ, കുഞ്ഞുനാളെന്നല്ല ഏത് ക്ലാസ്സിലും നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെയാണ് അതിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹെറിഡിറ്റി. ഓക്കെ, ഹെറിഡിറ്റി എന്ന് പറയുന്നത് എന്താ? വംശപരത. ഓക്കെ, ഹെറിഡിറ്റി നമ്മൾ പറയില്ലേ, എനിക്ക് ജന്മനാ ഇങ്ങനെ ഒരു കഴിവുണ്ട്, ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ കണ്ണിങ്ങനെയാണ്, എനിക്ക് ജന്മനാ ഒരു മറുകുണ്ട്, അതൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ എന്താ ഈ ജന്മനാ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഹെറിഡിറ്റി അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹെറിഡിറ്റി എന്താണ് എന്നുള്ളത്. നമ്മുടെ എന്താണ് നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ശ്രീകൃഷ്ണ വരത്ത നക്ഷത്ര തിളക്കം, അതിനകത്ത് ബിന്ദു പണിക്കര് പറയുന്നുണ്ട് എന്താണ്, എൻ്റെ മുടി ഇത്രയും ഉണ്ട്. ഹെറിഡിറ്റി എന്നൊരു വാക്ക് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഓർമ്മയുണ്ടോ? അതിപ്പോ ആ സിനിമ കാണാത്ത ആരല്ല. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാകുന്നില്ല, നമ്മൾ പഴയ സിനിമകൾ തേടി പിടിച്ച്, ഞാനൊക്കെ അങ്ങനെയാണ്, പഴയ സിനിമ തേടി പിടിച്ച് കാണും. ഞാൻ പൊതുവേ കാണുന്ന സിനിമയാണ് ഈ പറയുന്ന ചതിക്കാത്ത ജന്തു, വെള്ളി നക്ഷത്രം. പുതിയ സിനിമകൾ കാണുന്നത് വളരെ കുറവാണ്. ഞാൻ എൻ്റെ ആരോട്ടോ പറഞ്ഞത്, ചിലപ്പോൾ ഇതിൽ ജെൻസി സ്റ്റുഡൻസ് ഒക്കെ കാണും. ഓക്കെ, അപ്പം ഹെറിഡിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ കാറ്റഗറിക്കും പൊതുവായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം ഹെറിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാതാപിതാക്കളിൽ നിന്നും കുട്ടിയിലേക്ക് ജനിതകമായി കൈമാറപ്പെടുന്ന ഗുണഗണങ്ങളെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പം നമ്മുടെ മാതാപിതാക്കളെ നമ്മളിലെ ട്രോളിലൊക്കെ കണ്ടില്ലേ, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ആകെ കിട്ടിയത് കടവും കുറെ ബാധ്യതകളും ആണെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും. അപ്പൊ അതുപോലെ നമുക്ക് എന്താണ്, കുട്ടിയിലേക്ക് ജനിക്കുന്ന സമയം, ആ ഒരു ഇത് രൂപം കൊള്ളുന്ന സമയം തന്നെ നമുക്ക് ഈ പറയുന്ന അച്ഛൻ്റെ ക്രോമസോംസും അമ്മയുടെ ക്രോമസോംസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ബയോളജിയിലോട്ടൊന്നും അധികം ഞാൻ പോകുന്നില്ല. അപ്പം അത്തരത്തിൽ മാതാപിതാക്കളിൽ നിന്നും കുട്ടിയിലേക്ക് ജനിതകമായിട്ട് കൈമാറുന്ന ചില സവിശേഷതകളുണ്ട്, ചില ഗുണഗണങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കൈവശമുള്ള ശാരീരികവും മാനസികവുമായുള്ള സാധ്യതകളുടെ അടിത്തറ, അതായത് നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി ജനിച്ചു, അപ്പം ആ കുട്ടിക്ക് ജന്മനാ, അതായത് അമ്മയും അച്ഛനും ഒക്കെ നല്ല സിംഗേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർ നല്ല കലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് വിചാരിക്കുക. അപ്പം ആ കുട്ടിക്കും ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പാടാനുള്ള ഒരു കഴിവ് കുട്ടിയിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. അതായത് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ കുട്ടിയിലേക്ക് ആ ഒരു കഴിവ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ കുട്ടി ജനിക്കുമ്പോൾ ആ ഒരു അടിത്തറ ഉണ്ടല്ലോ, അതായത് ആ അടിത്തറ നിർമ്മിക്കാനാണ്, അതായത് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഓക്കെ, ഇങ്ങനെ ഒരു കഴിവ് ആ കുട്ടിയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ ഈ അടിത്തറ മാത്രം പോരാ. അടിത്തറയുള്ള പല ആളുകളും ജന്മനാ പല കഴിവുകളും കിട്ടിയിട്ടും അത് ഉപയോഗിക്കാതെയോ അല്ലെങ്കിൽ അതിലൊന്നും എത്തിപ്പെടാതെയോ എത്രയോ ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാമെന്നറിയാവോ. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കഴിവുണ്ടായിരിക്കും, നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാറുണ്ട്, പക്ഷെ ആ മേഖലകളിൽ എങ്ങും എത്താതെ പോയ ആളുകളുണ്ട്. അപ്പം നമ്മളുടെ വികസനം എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കഴിവുകൾ അല്ലെങ്കിൽ ഹെറിഡിറ്റി വഴി നമ്മൾക്ക് പാസ് ചെയ്ത് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും മറ്റ് കുറച്ച് ഫാക്ടേഴ്സും കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് താഴോട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പോയിന്റ് ആണ്. കുട്ടി ജനിക്കുമ്പോൾ തന്നെ കൈവശമുള്ള ശാരീരികവും മാനസികവുമായുള്ള സാധ്യതകളുടെ അടിത്തറ. ഓക്കെ, അപ്പം നമ്മൾ മുന്നോട്ട് നമ്മുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഫിസിക്കൽ പെർഫോമൻസ് ആണെങ്കിലും മെന്റൽ പെർഫോമൻസ് ആണെങ്കിലും അതിനൊക്കെ ഒരു എന്താ പറയുക ബേസ്മെന്റ് കെട്ടിത്തരാനായിട്ട് നമുക്ക് ഹെറിഡിറ്റി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഉയരം, ആ വ്യക്തിയുടെ ശരീരഘടന, ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ്, എനിക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട്, അതുപോലെ ഇപ്പം കുറച്ച് തടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നോർമലി ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 10-24 വയസ്സ് വരെ ഒക്കെ മെലിഞ്ഞിട്ടായിരുന്നു, പിന്നീട് തടിച്ചു. അപ്പൊ പിന്നീട് തടിച്ചു എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും എൻ്റെ ശരീരഘടന എൻ്റെ അച്ഛൻ്റെതാണ്. പിന്നെ പക്ഷെ എൻ്റെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ എൻവയോൺമെന്റ് ഒക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേനും അതനുസരിച്ച് എൻ്റെ ബോഡി ചേഞ്ചസിലും വ്യത്യാസം വന്നു. വാരി വലിച്ച് തിന്നാൻ തുടങ്ങി, ആരാ വണ്ണം വെക്കാത്തത്? ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ഉയരം, ശരീരഘടന, കണ്ണിന്റെ നിറം, ചർമ്മനിറം, രക്തം, ഗ്രൂപ്പ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ് ഈ വംശത്തിന്റെ അതായത് ഈ ഹെറിഡിറ്റിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ. അവര് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ ജനിക്കുമ്പോൾ എന്നാ പിടിച്ചോ, എൻ്റെ കണ്ണിന്റെ കളർ ഒന്നാ, അല്ലെങ്കിൽ എൻ്റെ കളർ ഇതാ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഹൈറ്റ് അല്ലെ, അച്ഛൻ്റെ ഹൈറ്റ്, ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഹൈറ്റ് കുറവാണെങ്കിൽ മക്കൾക്കും ഹൈറ്റ് കുറവായിരിക്കും. പിന്നെ അച്ഛനും അമ്മയും മാത്രമല്ല കേട്ടോ, അവരുടെ വംശപരമ്പരയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ചിലപ്പോൾ അപ്പൂപ്പന്മാരെ പോലെ ഇരിക്കുന്ന, അമ്മൂമ്മമാരെ പോലെ ഇരിക്കുന്ന ഒക്കെ കുട്ടികളില്ലേ,
അതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധിശക്തി, കഴിവുകൾ, പ്രത്യേക താല്പര്യങ്ങൾ എന്നിവയ്ക്കും ഈ പറയുന്ന ഹെറിഡിറ്റി ആയിട്ട് ബന്ധമുണ്ട് കേട്ടോ. അല്ലാതെ നമ്മുടെ കളറും നിറവും സാധനങ്ങളും മാത്രമല്ല, പെരുമാറ്റ രീതിയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഹെറിഡിറ്റി വഴി പാസ് ചെയ്ത് നമുക്ക് കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ബേസ്മെന്റ് ആയിട്ട് അവിടെ കിടക്കും. പിന്നീട് നമ്മൾ എങ്ങനെ വളരുന്നു, ഏത് എൻവയോൺമെന്റിൽ വളരുന്നു, ഏത് പരിസ്ഥിതിയിൽ വളരുന്നു, എന്താണ് ആ കുട്ടിയുടെ സോഷ്യൽ എൻവയോൺമെന്റ്, ഓക്കെ, എന്താണ് എങ്ങനെയാണ് വളർന്നു വന്ന സാഹചര്യം, ഇതൊക്കെ നിർണായകമാണ്. അപ്പം ഒരു അടിത്തറ, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ട് കൊടുക്കാനേ ഹെറിഡിറ്റിക്ക് പറ്റുന്നുള്ളൂ. മുന്നോട്ട് എന്തായി തീരണം എന്നുള്ളത് മറ്റു പല കാര്യങ്ങളും നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചില ഡിസീസസ് അല്ലെ, അല്ലെങ്കിൽ ഡിസബിലിറ്റീസ്, ചില ഈ പറയുന്ന പോലെ നമുക്ക് ജനിക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ചില ഡിസബിലിറ്റീസ് ഉണ്ടാകും. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജന്മനാ കാഴ്ചശേഷി ഇല്ലാത്ത ഒരു മാതാപിതാക്കൾ, ഒരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനിക്കുന്ന കുട്ടിക്കും കാഴ്ചശക്തി ഇല്ലാതെ അത് ജന്മനാ അങ്ങനെ പാസ്സായി പോകാനുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ രോഗാവസ്ഥകൾ, ഇതുപോലെ നമ്മളിപ്പോൾ ഷുഗർ ഒക്കെ അങ്ങനെ ഒരു ഹെറിഡിറ്റി ഫാക്ടർ ഉണ്ട് ഷുഗറിനൊക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഡിസീസസ് ആൻഡ് ഡിസബിലിറ്റീസിന് ഈ പറയുന്ന ഇതിൽ നിർണായകമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹെറിഡിറ്റി പ്രൊവൈഡ്സ് ഓൺലി പൊട്ടൻഷ്യൽ, നോട്ട് ഗ്യാരണ്ടീഡ് അച്ചീവ്മെന്റ്. ഇതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ സാധനം. അടിത്തറ കെട്ടാനേ പറ്റുള്ളൂ, പക്ഷെ നിനക്ക് കഴിവുണ്ട്, നീ ഏറ്റവും ഉയരത്തിൽ എത്തിച്ചേരുമെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ അതിന് മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് അടുത്ത പോയിന്റിൽ പറയാം. ഓക്കെ, അപ്പം എന്താണ് ഇവിടെയും നമ്മളെ എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സ് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെ, ജന്മനാ കുട്ടികളിൽ കുറെ കഴിവുകളുണ്ട്. ചിലപ്പോൾ ചിലർ നല്ല പെർഫോമേഴ്സ് ആയിരിക്കും, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾ കാണും. ചിലർ കുറച്ച് ഇൻട്രോവേർട്സ് ഒക്കെ ആയിട്ട് അല്ലെ, കുറച്ച് സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള കുട്ടികൾ കാണും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ചിലപ്പോൾ ഹെറിഡിറ്റി ഫാക്ടേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്ത് വന്നിരിക്കുന്നതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഇനിയാണ് നമ്മൾ എൻവയോൺമെന്റ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഹെറിഡിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അടിത്തറ കെട്ടുമ്പോൾ എൻവയോൺമെന്റ് ആണ് ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ജനിച്ച് വളർന്നത് അല്ലെ, ഒരു കുട്ടി എങ്ങനെയാണ്, അവന്റെ ജീവിതം എങ്ങനെയാണ്, അവന്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, അവന്റെ കൗമാരക്കാലം എങ്ങനെയായിരുന്നു, അവന്റെ ബാക്കിയുള്ള സ്റ്റേജസ്, ഇതൊക്കെ നിർണായകമാണ്. അപ്പൊ പരിസ്ഥിതി എന്നത് കുട്ടിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, ഭൗതിക സാഹചര്യങ്ങളെയാണ്. സാമൂഹിക, അപ്പൊ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ എന്താണ്, എൻവയോൺമെന്റ് എന്ന് പറയുമ്പോഴത്തേനും കുട്ടി താമസിക്കുന്ന വീടല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ ചുറ്റുപാട്, എൻവയോൺമെന്റ്, ആ ചുറ്റുപാടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്, സാമൂഹിക, സാംസ്കാരിക, ഭൗതിക സാഹചര്യങ്ങളാണ്. എന്താണ് സാമൂഹിക, സാംസ്കാരിക വരുമ്പം? ഓക്കെ, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഫിസിക്കൽ സറൗണ്ടിങ് ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടിയുടെ സോഷ്യൽ സറൗണ്ടിങ് അല്ലെ, ചുറ്റും ഉള്ള മാതാപിതാക്കൾ, ഏത് എൻവയോൺമെന്റിലാണ് കുട്ടി വളർന്നത്. ഈവൻ നിങ്ങളിപ്പം, ഞാൻ എൻ്റെ സൈക്കോളജി BSc ആൻഡ് MSc ഇൻ സൈക്കോളജി ആയിരുന്നു. അപ്പം ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്. പക്ഷെ ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിലാണ് കുറെ കാലമായിട്ട്. അപ്പം നമ്മൾ എന്താണ് ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കും. ഇപ്പം ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പോഴത്തേനും കേസ് ഹിസ്റ്ററി എടുക്കും. കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഒരു കുട്ടി വന്നു എന്ന് വിചാരിക്കുക, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നമ്മുടെ മുന്നിൽ എന്തെങ്കിലും പേരൻസുമായിട്ടായിരിക്കും വരുന്ന എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്ററി എടുക്കും. ഓക്കെ, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ MSc ഒക്കെ എടുക്കും. അപ്പൊ ഈ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്ന അറിയാവോ? ഈ കുട്ടി ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. കുട്ടിയുടെ ആരായിരുന്നു പ്രൈമറി കെയർ ടേക്കർ, ആരായിരുന്നു, അമ്മ വളർത്തിയ കുട്ടിയാണോ, അമ്മൂമ്മയാണോ വളർത്തിയത്, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നോ, അച്ഛന് ജോലി ഉണ്ടായിരുന്നോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ കുട്ടി ജനിച്ച സമയത്ത് അമ്മ വർക്കിംഗ് ആണ്, അച്ഛൻ വർക്കിംഗ് ആണെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ട അറ്റൻഷൻ കിട്ടണമെന്നില്ല. അപ്പം ജോലിക്ക് പോകരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് കുട്ടികളിലേക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് നമുക്ക് നിരസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഈ പറയുന്ന പോലെ എത്ര വയസ്സുള്ള കുട്ടിയാണ്, ആ കുട്ടിയുടെ ആ വയസ്സ് വരെയുള്ള ഡെവലപ്മെന്റിൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. വീട്ടിൽ ആരൊക്കെയുണ്ട്, അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊഞ്ചിച്ച് വളർത്തും അല്ലെ, കുറച്ച് ടെമ്പർ ടാൻട്രംസ് ഒക്കെ കൂടുതലായിരിക്കും, അരുത്തിയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പം അത്തരത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, എന്താണ് എൻവയോൺമെന്റ്. അതായത് കുട്ടിയുടെ ഫസ്റ്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. ആ ഫാമിലി കൃത്യമായിരുന്നോ, നല്ല എൻവയോൺമെന്റ് ആയിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം എൻവയോൺമെന്റ് റെഫേഴ്സ് ടു സോഷ്യൽ, കൾച്ചറൽ, ഫിസിക്കൽ സറൗണ്ടിങ്സ് ഓഫ് എ ചൈൽഡ്. സോ ഫാമിലി ഈസ് ദ ഫസ്റ്റ് എൻവയോൺമെന്റ്. വീട്ടിൽ ഭയങ്കര വഴക്കാണ്, എപ്പോഴും വഴക്കാണെങ്കിൽ മുന്നോട്ട് വരുന്തോറും കുട്ടിക്ക് പലതരത്തിലുള്ള ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടല്ലേ, ലേറ്റർ ഡിപ്രഷൻ ഒക്കെ
ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയില്ലേ, കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛനമ്മമാരെ അടി കൂടാനായിട്ട് പാടില്ല എന്ന് നമ്മൾ പറയും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ വെറുതെ അത് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ കൊണ്ടുവന്ന ഒരു ജീവനാണ് അല്ലെ. ആ ജീവന് നമ്മൾ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിന് പറ്റില്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, സോ പേരന്റൽ ആറ്റിറ്റ്യൂഡ്, അതാണ് പറഞ്ഞത്. പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ്, അത് കുട്ടിയോടുള്ള ആറ്റിറ്റ്യൂഡും ആകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പേരൻസ് തമ്മിലുള്ള ആറ്റിറ്റ്യൂഡും ആകാം. അതുപോലെ തന്നെ കുട്ടികളുടെ എക്കോണമിക് കണ്ടീഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ജന്മന കഴിവുണ്ട്, പക്ഷെ അവന്റെ കുടുംബത്തിൽ അതിനുള്ള സാഹചര്യമില്ല. അവന്റെ ആ വളർച്ച, അവന്റെ ആ ഒരു കഴിവിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് ആ ഒരു ഫാമിലിയിൽ അതിനുള്ള പൈസ, എക്കോണമിക് കണ്ടീഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ അതൊരു റെസ്ട്രിക്ഷൻ ആണ്. അപ്പൊ അത്തരത്തിൽ അതാണ് എൻവയോൺമെന്റ്. അപ്പം ഹെറിഡിറ്റി മാത്രം പോരാ, ഹെറിഡിറ്റി പ്ലസ് എൻവയോൺമെന്റ് ആണ് നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹെറിഡിറ്റി മാത്രമായിട്ടോ എൻവയോൺമെന്റ് മാത്രമായിട്ടോ നമുക്ക് പറ്റില്ല. രണ്ടും കൂടെ കൂടുമ്പോഴാണ് ഭംഗി എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ സ്കൂൾ എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എൻവയോൺമെന്റ് വരുമ്പോൾ അതിൽ പല എൻവയോൺമെന്റ് വരുന്നുണ്ട്, സോഷ്യൽ, കൾച്ചറൽ, ഫിസിക്കൽ ഒക്കെ വരുന്നുണ്ട്. അപ്പം പേരന്റൽ ആയിട്ടുള്ള ഫാമിലി എൻവയോൺമെന്റ്, സ്കൂൾ എൻവയോൺമെന്റ്. സ്കൂൾ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അമ്മേ, ഞാനൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ റിലേഷൻഷിപ്പ്. പോട്ടെ. അപ്പം അതുപോലെ തന്നെ കുട്ടികളുടെ ലേണിംഗ് അറ്റ്മോസ്ഫിയർ, പിയർ ഇൻഫ്ലുവൻസ് അല്ലെ, മറ്റു കുട്ടികളുമായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു ഇത് അല്ലെ. ചില കുട്ടികളെ നമ്മൾ ഇപ്പൊ നമ്മുടെയൊക്കെ ക്ലാസ്സിൽ, ഞാനൊക്കെ പണ്ട് തൊട്ട് പഠിച്ചപ്പോഴേ എല്ലാ ക്ലാസ്സിലും ഒരു കുട്ടി ഉണ്ടായിരിക്കും ആരോടും മിണ്ടാത്ത ഒരു സൈഡിലായിട്ട്. നമുക്കത് അന്നൊന്നും അറിയില്ല, നമ്മളിങ്ങനെ ഗ്യാങ് കളിച്ച്. ഞാനൊരു ഭയങ്കര ആവറേജ്, ചില വർഷങ്ങളിൽ ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. നമ്മളിങ്ങനെ ആരോടൊക്കെ ഇങ്ങനെ ഗ്യാങ് കളിച്ച് ഓരോ ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇവരെ ഒന്നും ചിലപ്പോൾ ഇപ്പൊ ആലോചിക്കും നമുക്കും അവരെ കൂടെ കൂട്ടാമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഒരു കുട്ടി ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ, ഇതൊക്കെ ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം ക്വസ്റ്റൻസ് ഒക്കെ. ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ കുട്ടി അങ്ങനെ ഐസൊലേറ്റഡ് ആവാൻ വിടരുത് നമ്മൾ. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സ്, അതുപോലെ സോഷ്യൽ എൻവയോൺമെന്റ്, കുട്ടി വളരുന്ന സൊസൈറ്റി, കൾച്ചർ, റിലീജിയൻ പോലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലാംഗ്വേജ്, മീഡിയ, എവറിത്തിങ് ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പം നല്ല എൻവയോൺമെന്റ് ആണ് കുട്ടിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നല്ല പരിസ്ഥിതിയാണ് കിട്ടുന്നതെങ്കിൽ അത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നല്ല സോഷ്യൽ എൻവയോൺമെന്റ് ആണ്, നല്ല ഫാമിലി എൻവയോൺമെന്റ് ആണ്, നല്ല കൾച്ചറൽ എൻവയോൺമെന്റ് ആണ്, കുട്ടിയിൽ കോൺഫിഡൻസ് തീർച്ചയായിട്ടും അത് മുന്നോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സ് നല്ല രീതിയിൽ പഠനക്ഷമത നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട്, മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. കുട്ടികളിൽ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണം അല്ലെ, അതൊക്കെ നമ്മൾ മൊത്തത്തിൽ കുട്ടിയെ അത് പോസിറ്റീവായിട്ട് അത് ബാധിക്കുകയുള്ളൂ. ഇനി പ്രതികൂല പരിസ്ഥിതിയാണ്, നെഗറ്റീവ് എൻവയോൺമെന്റ് ആണ്. കുട്ടിയുടെ വീട് ശരിയല്ല, കുട്ടിയുടെ കൾച്ചറൽ ഇത് കുട്ടിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ശരിയല്ല, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒന്നും ശരിയാവണില്ല. ആ കുട്ടിക്ക് എൻവയോൺമെന്റ് മോശമായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ എക്സ്പീരിയൻസ് ആണ് കുട്ടിക്ക് ജനിച്ച നാൾ മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ പഠന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, കുട്ടികളുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, അവർ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിരിക്കും. കുട്ടികളുടെ ഒരു മാനസിക അവസ്ഥ, അവർക്ക് ചെറിയ കാര്യത്തിൽ പോലും അവര് ഭയങ്കരമായിട്ടും ടെൻഷൻ ഉണ്ടാക്കും. പൊതുവെ ഇങ്ങനെയുള്ള നെഗറ്റീവ് എൻവയോൺമെന്റിൽ വളരുന്ന ആളുകളിലാണ് പിന്നീട് കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ ആങ്സൈറ്റി, അതുപോലെ തന്നെ പല തരത്തിലുള്ള ആങ്സൈറ്റീസ് ഉണ്ടാവാനായിട്ടുള്ള മേജർ കാര്യം ഈ പറയുന്ന എൻവയോൺമെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നല്ലൊരു എൻവയോൺമെന്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതാണ് ആ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇനി അടുത്തത് ഞാൻ ഇതിന്റെ ഇന്ററാക്ഷൻ ആണ് പറയുന്നത്. രണ്ടും ഇന്ററാക്ഷൻ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, കുട്ടിയുടെ വികസനം വംശപരതയോ പരിസ്ഥിതിയോ ഒറ്റയ്ക്ക് നിർണ്ണയിക്കുന്ന ഒന്നല്ല. അതായത് ഹെറിഡിറ്റിയുടെയും എൻവയോൺമെന്റിന്റെയും ഒറ്റയ്ക്കുള്ള കുത്തകാവകാശമല്ല. അതായത് ഹെറിഡിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, എൻവയോൺമെന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഹെറിഡിറ്റിയും എൻവയോൺമെന്റും തമ്മിൽ സംയുക്തമായി ഇടപെടുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഫലം കിട്ടുക. അല്ലാതെ നമുക്ക് നല്ല ഹെറിഡിറ്റി പാസ് ചെയ്തിട്ടുണ്ട്, നല്ല കഴിവുകൾ പാസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻവയോൺമെന്റ് മോശമാണെങ്കിൽ അത് നെഗറ്റീവ് ആവുകയുള്ളൂ. പോട്ടെ, ഇനി ഇതൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അപ്പം നമുക്ക് കഴിവുകളില്ല, പക്ഷെ എൻവയോൺമെന്റ് നല്ലതാണ് എന്ന് പറഞ്ഞാലും നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പം ഇവിടെ നമ്മൾ രണ്ടും ഒരേ രീതിയിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, രണ്ടും ഇന്ററാക്ട് ചെയ്ത് പോസിറ്റീവായിട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ല ഫലം കിട്ടുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. വികസനം വംശപരതയും പരിസ്ഥിതിയും തമ്മിലുള്ള സംയുക്ത ഇടപെടലിന്റെ ഫലമാണ്. രണ്ടും ഒന്നിച്ച് അത് ഇടപെടുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. വംശപരത കഴിവിന് അടിത്തറ നൽകുന്ന ഒന്നാണ്. ആ ഒരു
വാക്ക് നിങ്ങൾ ഓർത്തിരിക്കണം. അടിത്തറ നൽകുന്ന ഒന്നാണെന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഹെറിഡിറ്റി പ്രൊവൈഡ്സ് ദ ബേസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബേസിക് പൊട്ടൻഷ്യൽ തരാനാണ് ഹെറിഡിറ്റിക്ക് സാധിക്കുക. എൻവയോൺമെന്റ് ബാക്കി കാര്യങ്ങൾ അല്ലെ, എൻവയോൺമെന്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് എൻവയോൺമെന്റ് വേണം കൊടുക്കാൻ അല്ലെ. കുട്ടികൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, നല്ല വിദ്യാഭ്യാസം, നല്ല വസ്ത്രം, നല്ല എന്താണ് സാഹചര്യം, നല്ല പേരൻസ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് എൻവയോൺമെന്റ് ആണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. ഇനി ഇപ്പം നല്ല ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ ഉള്ള, ജന്മന നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ല എബിലിറ്റീസ് അല്ലെ, ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും നല്ല എൻവയോൺമെന്റ് ആണെങ്കിൽ. പക്ഷേ അൺഫേവറബിൾ എൻവയോൺമെന്റ് ആണ്, പരിസ്ഥിതി പ്രതികൂലമാണെന്നുണ്ടെങ്കിൽ ആ എബിലിറ്റീസ് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എൻവയോൺമെന്റിന് ഒറ്റയ്ക്ക് എബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഹെറിഡിറ്റി പൊട്ടൻഷ്യൽ ആവശ്യമാണ്. എൻവയോൺമെന്റിൽ അത് എന്തിനെ ചെയ്യുന്നുണ്ട്, അത് ഇങ്ങനെ വർദ്ധിച്ച് കൊണ്ടുപോകാൻ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എഡ്യൂക്കേഷനിൽ വരുമ്പോഴത്തേനും കുട്ടികളുടെ എബിലിറ്റീസ് ടീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം, നല്ല സ്യൂട്ടബിൾ എൻവയോൺമെന്റ് തരണം. അതൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് വരുന്ന സാധനമാണ് ഈ ലാസ്റ്റ് 3 പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അപ്പം എന്താണ് ഹെറിഡിറ്റി അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെന്റ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ ബേസിക് പൊട്ടൻഷ്യൽ ആണ് ഹെറിഡിറ്റി അല്ലെ, നമുക്ക് അടിസ്ഥാനമായിട്ട് കൊടുക്കുന്ന ഒരു അടിത്തറ. ആ അടിത്തറയിലേക്ക് ഇപ്പം ഒരു ചെറിയൊരു ഇത് നട്ടു, ആ നട്ടതിന് വെള്ളം ഒഴിച്ചാലേ അത് വളരുള്ളൂ. ഒരു ചെടി കൊണ്ട് നട്ടു വെച്ചാൽ അതിന് വെള്ളം ഒഴിച്ചാലേ അത് വളരുകയുള്ളൂ. ചെടി മാത്രം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്ത് പറ്റും, കരിഞ്ഞു പോകും. ഇതേ കോൺസെപ്റ്റ് ആണ് ഹെറിഡിറ്റിയും എൻവയോൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി അടുത്ത് നോക്കിയേ, പീരീഡ് ഓഫ് കോൺഫ്ലിക്റ്റ്. എന്താണ് ഈ പീരീഡ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്? ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളിപ്പോ ഇപ്പൊ നിങ്ങളൊക്കെ ബി.എഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞവരോ പഠിക്കുന്നവരോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അത് ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് എനിക്കിത് ഈ ഒരു ടോപ്പിക് എടുത്ത് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട്സ്, അതിപ്പം മെന്റൽ കോൺഫ്ലിക്ട്സ് ആണെങ്കിലും ഫിസിക്കൽ കോൺഫ്ലിക്ട്സ് ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്ന അഡോളസെന്റ് സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ്, കൗമാര കാലഘട്ടത്തിലാണ് നമുക്ക് കൂടുതലായിട്ട് ഇത് അനുഭവപ്പെടുന്നത്. കൂടുതലായിട്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അതിൽ അല്ലാതെ അത് കഴിഞ്ഞ് കോൺഫ്ലിക്റ്റ് ഇല്ലെന്നല്ല ഉദ്ദേശിച്ചത്. കൂടുതൽ സംഘർഷങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന കൗമാര കാലഘട്ടമാണ്. അപ്പൊ ഈ കൗമാരത്തില് ശാരീരിക വളർച്ച അതിവേഗത്തിൽ നടക്കുന്നു. അപ്പം അതായത് അഡോളസെന്റ് സ്റ്റേജിൽ നമ്മൾ ശരീരം അല്ലെ, ഇപ്പം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ബ്രസ്റ്റ് വളരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഹെയർ ഡെവലപ്മെന്റ് വരുന്നു. അപ്പം പല കുട്ടികളിലും ഇത് പ്രോപ്പർ ആയിട്ടൊരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭാവിയിൽ ഇഷ്യൂ ആകുമോ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതൊക്കെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടിക്ക് ഫസ്റ്റ് പീരീഡ്സ് എന്നാണ് വന്നതെന്നുള്ളത് വരെ നമ്മൾ ചോദിക്കും. വരുന്ന പേരൻസിനോട് കുട്ടിയുടെ ഫസ്റ്റ് പീരീഡ്സ് എപ്പോഴായിരുന്നു എന്ന് വരെ ചോദിക്കും. അതിന് വരെ നമ്മുടെ ഭാവിയിലോട്ടുള്ള ഓരോ കാര്യങ്ങളിലും എന്തുണ്ട്, സ്വാധീനം ചെലുത്താനായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൗമാരത്തിൽ ശാരീരിക വളർച്ച അതിവേഗത്തിൽ നടക്കുന്നു. അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. കുട്ടികളുടെ ഹോർമോണുകളിൽ പല തരത്തിലുള്ള ചേഞ്ചസുകൾ അല്ലെ, ഇപ്പം പീരീഡ്സും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ആൺകുട്ടികളിൽ ഈ പറഞ്ഞ പോലെ അവരുടെ വോക്കൽ ഡിഫറൻസസ് വരാൻ, ഹൈറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ ശരീരഘടനയിൽ കുറച്ചും കൂടി അല്ലെ, അവരുടെ ഷോൾഡേഴ്സ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ആ ഒരു കുട്ടിത്തം മാറി ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയിലേക്ക് ശരീരവും മനസ്സും വളരുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയങ്ങളിൽ കുട്ടികൾക്ക് പല തരത്തിലുള്ള ഐഡന്റിറ്റി ക്രൈസിസ്, അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെടും. ആ സമയത്ത് അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അല്ലെ, അവർക്ക് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരിക. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു സ്റ്റേജിൽ പല കുട്ടികൾ ഇപ്പം ഏതൊരു കൗൺസിലിംഗ് സെന്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാലും ഈ പറയുന്ന പോലെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് കൂടുതൽ. 11 വയസ്സ് മുതൽ 16, 17 വയസ്സ്, 18 വയസ്സിനിടയിലുള്ള കുട്ടികളാണ് കൂടുതലും പേരൻസുമായിട്ട് വന്നിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ആ ഒരു കാലഘട്ടം അവർ ശരിക്കും ആസ്വദിക്കേണ്ട കാലഘട്ടമാണ്. പക്ഷെ പല കുട്ടികൾക്കും അവിടെ പല ടൈപ്പ് ഓഫ് ഇഷ്യൂസ് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. സഡൻ ആങ്കർ, മൂഡ് സ്വിങ്സ്, അതുപോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഫിയർ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, അത് പലരിലും കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് പേരൻസ് വന്നിട്ട് പറയും ഇവള് ഭയങ്കര ഇതാണ്, അതായത് അവളൊന്നും ചെയ്യുന്നില്ല, അവൾക്ക് ഭയങ്കര പേടിയാണ്, അവള് മനുഷ്യരോട് സംസാരിക്കുന്നില്ല, അവള് പുറത്തോട്ട് ഇറങ്ങുന്നില്ല, കല്യാണത്തിന് വിളിച്ച വരുന്നില്ല അല്ലെ, അച്ഛനോട് സംസാരിക്കുന്നില്ല, വീട്ടിൽ ആരോടും സംസാരിക്കുന്നില്ല. ഇതൊക്കെയാണ് കോമൺ
ആയിട്ടും വരുന്ന കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ അവരുടെ പ്രായം മനസ്സിലാക്കണം. അവർ ആ ഒരു സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമുക്കൊരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ അവരെ മാനസികമായിട്ട് തളർത്തി നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊന്നും നമ്മൾ പറയാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്താണ് ഈ പറയുന്ന പോലെ പേരൻസുമായിട്ടൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ത് പറഞ്ഞാലും ടീച്ചേഴ്സിനോട് എതിർപ്പ്, പേരൻസിനോട് എതിർപ്പ്, അതുപോലെ തന്നെ പിയർ അക്സെപ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ, അതായത് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കൂട്ടുകാരെന്നെ അക്സെപ്റ്റ് ചെയ്യണം. അയ്യോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്റെ കൂട്ട് പിരിഞ്ഞു പോകുമോ, അവരുടെ അക്സെപ്റ്റൻസിന് വേണ്ടി ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആൺകുട്ടികളാണെങ്കിൽ ഡ്രിങ്കിങ് ബിഹേവിയേഴ്സ് ഒക്കെ വരുന്നത്. സിഗരറ്റ് വലിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, കള്ള് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് കൂട്ടുകാരെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ അയ്യോ അവരെന്തോ വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്നെ അവരുടെ ടീമിൽ കൂട്ടില്ലേ. അപ്പൊ ഇത്തരത്തിൽ പിയർ അക്സെപ്റ്റൻസിന്റെ നീഡ് ഭയങ്കരമായിട്ട് നമ്മൾ കൂടുന്ന സമയമാണ് ഇത്. അതായത് പേരൻസിനൊക്കെ എതിർത്ത് നിൽക്കും, പക്ഷെ കൂട്ടുകാരുടെ മുന്നിൽ എതിർക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം അവർക്കൊരു കാര്യം ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമല്ല, നമ്മളൊക്കെ ചെയ്തു വന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ അഡോളസന്റ് സ്റ്റേജിൽ പേരൻസുമായിട്ട് ഭയങ്കര തർക്കങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊന്നും ഇഷ്ടമല്ല, ടീച്ചേഴ്സ് പറയുന്നൊന്നും കേൾക്കില്ല. പക്ഷെ പിയർ അക്സെപ്റ്റൻസ് അല്ലെ, കുട്ടികളുടെ കൂടെയുള്ള സ്റ്റുഡൻസ്, അതായത് പിയേഴ്സ്, ഫ്രണ്ട്സുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കാനായിട്ട് ഡിസയർ ചെയ്യുന്ന കാലഘട്ടമാണ് അല്ലെ. ഇപ്പം ഞാൻ എന്നുള്ള ഒരു സംഭവം, അത്രയും നാളും അമ്മ അച്ഛൻ അല്ലെ അവർ പറയുന്ന എന്തോ അത് കേൾക്കുന്നു, ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണെന്നുള്ള ഒരു ചിന്ത കുട്ടികളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ എന്താ പറയാ, അവര് ഇപ്പം പണ്ട് തൊട്ട് പറഞ്ഞു മോനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യനിങ് ചെയ്യാൻ അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആണ് അല്ലെ, സ്വന്തമായിട്ട് ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു ബലമാണ് ഇതെന്ന് പറയുന്നത്. എന്താണ്, വാല്യൂസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ ചോദിക്കുക, ഇപ്പൊ റിലീജിയസ് വാല്യൂസ് ഒക്കെ പണ്ട് തൊട്ട് ഇങ്ങനെ പഠിപ്പിച്ചു വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക, എന്തിനാ എനിക്ക് പറ്റത്തില്ല, ഞാൻ എന്തിനാ തട്ടമിടുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്. അതുപോലെ ഇപ്പം എന്താണ് മറ്റു റിലീജിയസ് വാല്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പള്ളി പോകുന്ന കേസാണ്, ഞാൻ എന്തിനാ പള്ളി പോകുന്നത്, എനിക്ക് പോകണ്ട, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. അപ്പൊ ഇതൊക്കെ കുട്ടികൾ പറയുന്ന കംപ്ലൈൻസ് ആയിട്ട് പേരൻസ് വന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനിപ്പോ റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. അല്ലാണ്ട് ഞാൻ റിലീജിയസ് വാല്യൂസിനെ ഒന്നും മുറിപ്പെടുത്തിയതല്ല. ഇതൊക്കെ കംപ്ലൈൻസ് ആയിട്ട് നിരന്തരം വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ്, ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ആചാരമുണ്ട്, ഇപ്പം പീരീഡ്സ് ടൈമിൽ അങ്ങനെ. ഇപ്പം ഞാൻ എൻ്റെ ഒക്കെ ടൈമിലാണെങ്കിൽ താഴെ കിടക്കണം, ഇപ്പം ഞാൻ തറ കിടക്കാറൊന്നുമില്ല, പക്ഷെ ആ സമയത്തൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ അതായത് എന്താണ്, അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് പറയുമ്പോൾ അവർക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ ആണ്, എന്തിനാ തൊടാതിരിക്കുന്നത്, എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാത്തിനെയും അവർ പഠിച്ചു വന്ന, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്ത് വന്ന, അല്ലെങ്കിൽ അവരുടെ പേരൻസ് പറഞ്ഞു അത്രയും നാളും അനുസരിച്ച് വന്ന് പെട്ടെന്നൊരു എന്താ ചെയ്യുക, അവര് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പൊ ഞാനിത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട്, ഇപ്പൊ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ സത്ത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇതിൽ ഇത്രയുള്ളല്ലോ. അപ്പം ഈ ഒരു സ്റ്റേജിൽ എന്താണ്, കൃത്യമായ ഗൈഡൻസ് കൊടുക്കണം. അതുപോലെ കുട്ടികളെ പണിഷ്മെന്റ് അല്ലെ, എന്തിനും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ വഴക്ക് പറയാനും അടിക്കാനും നിന്ന് കഴിഞ്ഞാൽ നേരെ ആവത്തില്ല. അവർക്ക് കുറച്ചും കൂടി അവരുടെ സാഹചര്യം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, പേരൻസ് ആണെങ്കിലും ശരി, അവരെ എതിർക്കുന്നതിലും ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ കൊടുത്തിപ്പോ ഇതിലൊക്കെ ഇപ്പൊ അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക. നമ്മൾ എന്തിനും ഏതിനും വടിയെടുക്കാനും ഉള്ള ഒരു ദേഷ്യപ്പെടാനും അല്ലെ അലറാനും ചില പേരൻസിന് ഭയങ്കര വോയിസ് ആണ്. അവർ വീട്ടിൽ ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അവർക്കറിയില്ല ഇത് കുട്ടികളിലേക്ക് ഒരു ഇന്റേണൽ ട്രോമ കൊടുക്കുന്ന ഒരു സംഭവമാണ്. 10-20 വയസ്സായി, 24 വയസ്സായി, പെട്ടെന്ന് എന്തെങ്കിലും ഒച്ച കേൾക്കുന്നു, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ടാകുന്നു, അത് പിന്നീട് എന്തെങ്കിലും ഡിസോർഡർ ആയിട്ട് മാറുന്നു. എത്രയോ കേസസ് വന്നിട്ടുണ്ട്. സൗണ്ട്. അപ്പൊ കുട്ടികളിലേക്ക് ആ എൻവയോൺമെന്റ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക അല്ലെ. നമ്മൾ പേരൻസ് ആണ്, പക്ഷെ നമ്മൾ എന്താണ് ആരാച്ചാരാവാനായിട്ട് നിൽക്കരുത്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ കുട്ടികളാണ് അല്ലെ, അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നു, അവർ ദേഷ്യപ്പെടുന്നു, അവർ ദേഷ്യപ്പെടുന്ന അവരുടെ പ്രായമാണ്, അവർക്ക് ഈ പറയുന്ന ഒരു എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടാകാം. അത് ചോദിച്ച് മനസ്സിലാക്കാം, എന്താ മോളെ നിന്റെ പ്രശ്നം, എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, സമാധാനത്തെ ചോദിക്കാം അല്ലെ. അപ്പൊ ആ
ഒരു സമാധാനം നമ്മൾ പേരൻസിനും ഉണ്ടാവട്ടെ, ടീച്ചേഴ്സിനും ഉണ്ടാവട്ടെ. ഓക്കെ, ഇനി അപ്പം ഇനി എങ്ങനെയാണ് കുട്ടികളെ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ സ്റ്റഡി ആണ് പറയുന്നത്. സ്റ്റഡി ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ചൈൽഡ് ബിഹേവിയർ, കുട്ടികളുടെ സ്വഭാവത്തെ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേനും കുട്ടികളുടെ ചിന്തകൾ, ഇമോഷൻസ്, അവരുടെ ചെയ്യുന്ന പ്രവർത്തികൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓരോ കുട്ടികൾക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ, ഓരോ സ്വഭാവ സവിശേഷതകളാണ്, ഓരോ എബിലിറ്റീസ് ആണ്, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ കുട്ടികളുടെ ബിഹേവിയർ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലേണിംഗ് അല്ലെ, പഠന വൈകല്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടോ, കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ്സസ് എന്താണ്, ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ കുട്ടികൾ തമ്മിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് റെക്കഗ്നൈസ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുട്ടികൾക്ക് മനസ്സിലാവണില്ല അല്ലെങ്കിൽ അവർക്കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ടീച്ചിങ് മെത്തേഡ്സ് മാറ്റി പഠിപ്പിക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ, ലേണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓരോ കുട്ടികളെയും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളുടെ ബിഹേവിയർ നമ്മൾ പഠിക്കുന്നത്. കുട്ടികളുടെ സ്വഭാവം അറിഞ്ഞിരുന്നാലാണ് അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രൈമറി ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ കുഞ്ഞു കുട്ടികളെ മനസ്സിലാക്കണം. കാരണം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പഠന വൈകല്യങ്ങളൊക്കെ പെട്ടെന്ന് ടീച്ചേഴ്സിനാണ് മനസ്സിലാവുക. അതിനുള്ള ഇന്റർവെൻഷൻസ് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, മുളയിലേ നുള്ളിക്കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പം അക്കാഡമിക് ഫെയിലിയർ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യാൻ നല്ല നല്ല ഇന്റർവെൻഷൻസ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ടീച്ചേഴ്സ് മനസ്സിലാക്കി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണിത്. ഇനി ഒബ്സർവേഷൻ എന്ന് പറയുന്ന അതൊരു ആക്ച്വലി ഒരു മെത്തേഡാണ്. ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ഓക്കെ, അതായത് ഒരു ബിഹേവിയർ പഠിക്കാനായിട്ട്, ഒരു സ്വഭാവം പഠിക്കാനായിട്ട്. ഇപ്പം നമ്മളിപ്പോൾ സൈക്കോളജിയിൽ നമ്മൾ പറയുമല്ലോ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ബിഹേവിയർ. നമുക്ക് എങ്ങനെയാണ് ബിഹേവിയർ, ഒരാളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക. അപ്പൊ അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഒബ്സർവേഷൻ മെത്തേഡ്, നിരീക്ഷണത്തിൽ പഠിക്കാം. അതുപോലെ ഇന്റർവ്യൂ മെത്തേഡ് ഉണ്ട്, കേസ് സ്റ്റഡി മെത്തേഡ് ഉണ്ട്, അങ്ങനെ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, നോൺ നാച്ചുറലിസ്റ്റിക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഇത്തരത്തിൽ ആദ്യത്തേതാണ് ഒബ്സർവേഷൻ മെത്തേഡിലൂടെ നമ്മൾ പഠിക്കുക. ടീച്ചേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒബ്സർവേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഒരു ശാസ്ത്രീയമായ മെത്തേഡാണ്, സയന്റിഫിക് മെത്തേഡാണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഡയറക്റ്റ്ലി നമ്മൾ ശ്രദ്ധിച്ച് വാച്ച് ചെയ്ത് കുട്ടികളുടെ ബിഹേവിയർ റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ഇപ്പം ഞാൻ പറയുന്ന ഒബ്സർവേഷൻ ഒരു മെത്തേഡ് ഒബ്സർവേഷൻ ആണ്, സയന്റിഫിക് മെത്തേഡ് ആയിട്ടുള്ള ഒബ്സർവേഷനെയാണ് പറയുന്നത്. നമ്മൾ സൈക്കോളജിയിലെ പഠനങ്ങൾ ഒക്കെ നടക്കുന്ന സമയത്ത്, റിസർച്ച് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് നമ്മളുടെ നാച്ചുറൽ ബിഹേവിയർ, ഇപ്പം എങ്ങനെയാണ് കുട്ടി പേരൻസിനോട് എങ്ങനെയാണ് പെരുമാറ്റം, അല്ലെങ്കിൽ ടീച്ചറിന് നോക്കാം എങ്ങനെയാണ് മറ്റു കുട്ടികളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് ടീച്ചേഴ്സിനോട് പെരുമാറുന്നത്, എങ്ങനെയാണ് കുട്ടി പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കുട്ടികളുടെ ഇത്. അപ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്ത് നമ്മൾ അത് ക്ലാസ് റൂമിലോട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. ഇത് ജസ്റ്റ് ഒബ്സർവേഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. നാച്ചുറൽ സിറ്റുവേഷൻസിൽ നമ്മൾ ബിഹേവിയർ പഠിക്കുന്നതിനെയാണ് അല്ലെ, അതായത് സ്വഭാവം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ്, ഇപ്പൊ കുട്ടികളുടെ ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടിയെ പഠിക്കാൻ പോവാണ്, ഒബ്സർവ് ചെയ്യാൻ പോവാണ്, ഓക്കെ, സയന്റിഫിക്കലി ഒബ്സർവ് ചെയ്യാൻ പോവാണെന്ന് വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ആ കുട്ടിയുടെ ഒരു എൻവയോൺമെന്റ് ഉണ്ട്, ആ നാച്ചുറൽ എൻവയോൺമെന്റിനെ ഒരു കോട്ടവും തട്ടിക്കാത്ത രീതിയിൽ വേണം. അല്ലാതെ ഞാൻ ഈ കുട്ടിയെ ഒബ്സർവ് ചെയ്യാൻ പോകുന്നു പറഞ്ഞ് ക്യാമറയും ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് അതിന് മുന്നോട്ട് ചെന്നിരുന്ന മോനെ നീ എന്തുവാ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല നിൽക്കുന്നത്. നമ്മൾ സൈലന്റ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് കുട്ടി ചെയ്യുന്നത്, ഓക്കെ, അത് നോട്ട് ചെയ്യുന്നു, അത് ഒബ്സർവ് ചെയ്യുന്നു, കീൻലി ഒബ്സർവ് ചെയ്യുന്നു. അത് ഒരു സയന്റിഫിക് മെത്തേഡാണ് കേട്ടോ. അപ്പൊ ഇതൊരു മെത്തേഡ് പോലെ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ദെൻ പിന്നെ കേസ് സ്റ്റഡി മെത്തേഡ്. ഓക്കെ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ പഠിക്കാനായിട്ട് റിസർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അതുപോലെ തന്നെയാണ് കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പറയില്ലേ, കേസ് സ്റ്റഡി മെത്തേഡ് നമ്മൾ ഈ
എന്താ പറയാ ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ കാണുമ്പോൾ കേസ് സ്റ്റഡി ചെയ്യാന്ന് പറയില്ല. അതായത് ഒരു സംഭവത്തെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ആഴത്തിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. എന്താണ്? ആഴത്തിൽ പഠിക്കുന്നതിനെയാണ്. ആഴത്തിൽ സമഗ്രമായി പഠിക്കുന്ന ശാസ്ത്രീയ രീതിയാണ്. ഈ പറഞ്ഞ ഒബ്സർവേഷനും കേസ് സ്റ്റഡിയും ഒക്കെ സയന്റിഫിക് മെത്തേഡാണ്. ആ വാക്ക് ഓർത്തിരിക്കണം. ശാസ്ത്രീയമായി പഠിക്കാനായിട്ടുള്ള മെത്തേഡുകളാണ് കേസ് പഠന രീതി എന്നത്. ഒരു കുട്ടിയെ ആഴത്തിൽ, ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇതായത് കൊണ്ട്, കേട്ടിട്ടിന്റെ ആയതുകൊണ്ടാണ് ഇവിടെ കുട്ടിയുടെ കാര്യങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കുട്ടി മാത്രമല്ല, ഒരു വ്യക്തിയുടെ ഇപ്പം ഇപ്പം സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരാളുടെ കേസ് സ്റ്റഡി മെത്തേഡിലൂടെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കുറച്ച് സമയം എടുക്കും. കേസ് സ്റ്റഡി മെത്തേഡ് കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കേസ് പഠന രീതി എന്നതൊരു കുട്ടിയെ ആഴത്തിൽ സമഗ്രമായി പഠിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ഉള്ള അങ്ങനെ ഒരു കേസൊക്കെ വരുന്ന സമയത്ത് അവരുടെ പേരൻസിനോട് ചോദിക്കുമ്പോൾ ഇത് എങ്ങനെയായിരുന്നു, ഇതിന് മുന്നേ കാലഘട്ടം എങ്ങനെയായിരുന്നു, ഇതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ടോ, ആഴത്തിൽ പഠിക്കുകയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിച്ചിത്ര താഴിഞ്ഞാറ്റില് ഒരു ടൈപ്പ് ഓഫ് കേസ് സ്റ്റഡിയാണ്. അതായത് ഗംഗ എന്ന് പറയുന്ന വ്യക്തിയെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയാണ്. പഠിച്ച കോളേജിൽ പോകുന്നു, താമസിച്ച വീട്ടിൽ പോയി നോക്കുന്നു, ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ്. അതൊരു പക്ക കേസ് സ്റ്റഡി മെത്തേഡ് അല്ല, പക്ഷെ നമുക്കൊരു എക്സാമ്പിൾ പോലെ നമുക്ക് നോക്കാൻ പറ്റും. അത് മണിച്ചിത്രത്താഴിൽ ഈ പറയുന്ന മോഹൻലാല് ഗംഗ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കേസ് സ്റ്റഡി അല്ലെ നടത്തുന്ന പോലെ നമുക്ക് അതിൽ ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ്? അപ്പൊ അതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് കേട്ടോ. കേസ് സ്റ്റഡി മെത്തേഡ് ഇസ് എ സയന്റിഫിക് ടെക്നിക്ക് ഓഫ് ഇൻ ഡെപ്ത് ആൻഡ് കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. കൃത്യമായിട്ട് ആഴത്തിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ബിഹേവിയർ, അവരുടെ ലേണിംഗ് എബിലിറ്റി, ഇമോഷണൽ കണ്ടീഷൻസ്, അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേസ് സ്റ്റഡി മെത്തേഡ്. അതുപോലെ തന്നെ കേസ് സ്റ്റഡിയിൽ നമ്മൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയണം, എക്കോണമിക് കണ്ടീഷൻ, കുട്ടിയുടെ അല്ലെ അച്ഛൻ്റെ അമ്മയുടെ ജോലി, അവരുടെ സാലറി പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടി ഹെൽത്ത് ഹിസ്റ്ററി, കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് മുന്നേ ഉണ്ടായിട്ടുണ്ടോ, എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി, പിയർ റിലേഷൻഷിപ്പ്, ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ കേസ് സ്റ്റഡിയുടെ ഹെൽപ്പ് എന്താണ്, കേസ് സ്റ്റഡി എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? കേസ് സ്റ്റഡി നമ്മൾ കുട്ടിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിന്റെ റൂട്ട് കോസ്, ഇപ്പൊ കുട്ടി എന്ത് പ്രശ്നമാണോ കുട്ടിയിൽ ഉണ്ടത്, ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ റൂട്ട്, അതിന്റെ അടിത്തറ അല്ലെ, എവിടെ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്, ഇതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കാനാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് പൊതുവെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഹെൽപ്സ് ഐഡന്റിഫൈ ദ റൂട്ട് കോസ് ഓഫ് പ്രോബ്ലം. അപ്പൊ അത് പ്രോബ്ലം കൃത്യമായിട്ട് അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി ആ മെയിൻ പ്രോബ്ലത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം എന്താണ്? കേസ് സ്റ്റഡി മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ഇതൊക്കെ മെത്തേഡ്സ് ഇൻ സൈക്കോളജി ആണ്. നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയാ ഒരു കേസ് നമ്മുടെ മുന്നിൽ ഒരു കേസ് വരുന്നു, അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും ഒക്കെ അതിന് സഹായിക്കും. ഓക്കെ, അതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഇച്ചിരി സമയം എടുക്കുന്ന ഒരു സാധനമാണ് ഈ വരുന്ന കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിയിലേക്കാണെങ്കിൽ ഓക്കെ, പക്ഷെ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് നമുക്ക് കേസ് സ്റ്റഡി മെത്തേഡ്സ് പോസിബിൾ അല്ല. ഇത് ഒരു വളരെ ഇപ്പം 1-2 ആളുകളിലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ അത് വലിയ ഗ്രൂപ്പിലോട്ട് പോസിബിൾ അല്ല എന്നുള്ളതാണ് കേട്ടോ. അടുത്തൊരു മെത്തേഡാണ് ഇന്റർവ്യൂ മെത്തേഡ്. നമുക്കറിയാം ഇന്ന് ഓൺലൈൻ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുട്ടിയോട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾ, ഇപ്പം എല്ലാം നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് കുട്ടി കൊടുത്തിരിക്കുന്നത്. ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ അഭിമുഖ രീതി അല്ലെങ്കിൽ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുട്ടിയുടെ അമ്മയോട് ചോദിക്കുക, അല്ലെ അച്ഛനോട് ചോദിക്കുക, അല്ലെ ആരാണോ കുട്ടിയെ നോക്കുന്നത് അവരോട് ചോദിക്കുക, ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, ഒരു ഇന്റർവ്യൂ പോലെ കേട്ടോ. ഇനി പിന്നെ ഈ ഇന്റർവ്യൂവിൽ തന്നെ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ടൈപ്സ് ഉണ്ട്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് മുന്നേ തന്നെ ചോദ്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കും, ഇന്ന ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അതൊരു പ്രോപ്പർ സ്ട്രക്ചറിലാണ് നടക്കുന്നത്. അതിനാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചറില്ല, നമുക്ക് അപ്പം തോന്നുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. അതിനെയാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് ഒന്നും പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല, മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അവർ ആൻസർ പറയുന്ന അനുസരിച്ച് നമുക്ക് വേറെ ചോദ്യങ്ങളിലോട്ട്
പോയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഉത്തരം പറഞ്ഞു നമുക്ക് തോന്നുകയാണ് ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിക്കാം എന്ന് തോന്നുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ സാധിക്കില്ല. നമ്മൾ നേരത്തെ മുൻകൂട്ടി എഴുതി വെച്ച ചോദ്യങ്ങൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ വലിയ വലിയ ആളുകളെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാൻ നാളെ എന്താണ് പിണറായി വിജയൻ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിരുന്ന് തോന്നുന്ന ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഓൾറെഡി അതിനൊരു പ്രോട്ടോകോൾ ഒക്കെ അനുസരിച്ചിട്ട് ഒരു ഷീറ്റിൽ കുറെ ചോദ്യങ്ങൾ തന്നിരിക്കും, അതിനപ്പുറത്തോട്ട് ചോദിക്കാൻ സാധിക്കില്ല. അതിനെയാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം അലൻ ജോസ് പെരേരയോ ആറാട്ടണ്ണയോ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് അണ്ണ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്റെ വായി തോന്നുന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. സെമി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഈ പറയുന്ന പോലെ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മഞ്ജു വാര്യർ എന്റെ മുന്നിലിരിക്കുകയാണ്, ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി എഴുതി തന്നു, അത് ചോദിച്ചു. പക്ഷെ ആള് ഒരു നല്ലൊരു ലീഡ് പോയിന്റ് ഇട്ട് തന്നു, അതിനെ ബേസ് ചെയ്ത് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് സെമി സ്ട്രക്ചേർഡ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്. ഓക്കെ, ഇനി ഇന്റർവ്യൂ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ കുട്ടികളുമായിട്ടുള്ള ഡയറക്റ്റ് ഇന്റർവ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇന്നർ തോട്ട്സ് ഒക്കെ അല്ലെ, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറേയൊക്കെ നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ഒരു ഈസി മെത്തേഡാണ്. അപ്പം നമ്മുടെ നല്ല നല്ല റിലേഷൻഷിപ്പ് ഒക്കെ കുട്ടികളിലേക്ക് ബിൽഡ് ചെയ്യാനൊക്കെ സഹായിക്കണമെങ്കിൽ അവർ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താ പ്രശ്നം നിങ്ങൾ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ജസ്റ്റ് അത് നിങ്ങൾ മെത്തേഡ് പോലെ പഠിച്ചു വെച്ചാൽ മതി. അപ്പം 3 മെത്തേഡാണ് പറഞ്ഞത്. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിരീക്ഷണം. അതായത് നമ്മൾ അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പോയി നിരീക്ഷിക്കുന്നതിനെയാണ്, നിരീക്ഷിച്ച് റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഒബ്സർവേഷൻ പറഞ്ഞത്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ആഴത്തിലുള്ള പഠനമാണ്, അത് കുറച്ച് ടൈം എടുക്കുന്ന സാധനമാണ് കേസ് സ്റ്റഡി മെത്തേഡ്. ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നേരിട്ടുള്ള സംഭാഷണമാണ് ഇന്റർവ്യൂ മെത്തേഡ്. 3 തരത്തിലുള്ള ഇന്റർവ്യൂ ഉണ്ട്, സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വരുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവറപ്പ് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോകുന്ന ടോപ്പിക്കാണ്. സോ ക്ലാസ്സുകൾ മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ എല്ലാത്തിൻ്റെതും അപ്ലോഡ് ചെയ്യാനായിട്ട് പല ഇതിലാണ്, ഫോൾഡേഴ്സിലാണ് കിടക്കുന്നത്. അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല ആളുകളും, പക്ഷെ അത് കാണുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ വ്യൂസ് കാണാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. ചില സബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. 90% ഓഫ് സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സസും നോട്ട്സും ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഈ വരാൻ പോകുന്ന കേട്ടിട്ട് അല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിലേക്കായിരുന്നു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് പേര് വരുന്ന കേട്ടിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അവരെയും പരിഗണിച്ചിട്ട് പോർഷൻസ് അതിവേഗം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഴത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ബുക്ക് ആണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാമിൻ്റെ ആ ഒരു സമയത്താണ് ശരിക്കും ആ ബുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം റിവിഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേട്ട് ഡയറക്റ്റ്ലി നോട്ട് എഴുതി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.